ഞാൻ പറഞ്ഞു പറഞ്ഞ എല്ലാവരും കുറ്റല്ല പറഞ്ഞു. പക്ഷെ ഇത് കുറ്റമായിട്ടാണ് ചെയ്യുന്നത്. വെറുതെ ചെയ്യാണ് ആ തെങ്കാശിത്തെ ഇതൊക്കെ. ഇവിടുന്ന് എനിക്ക് ബസ്സിലോ ട്രെയിനിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. നടക്കാൻ പറ്റാത്ത എന്നെ കാറിലെ കൊണ്ടുപോയത് 16,000 ഉറുപ്പ്യ ചെലവാണ് തെങ്കാശിക്ക് പോകാൻ. നിങ്ങളാരും ആവശ്യപ്പെട്ട ആ ഡോക്ടറിൻ്റെ അഡ്രസ്സ്, ക്ലിനിക്കിൻ്റെ അഡ്രസ്സ്, ഈ യൂട്യൂബർ ആ ലേഡിൻ്റെ ഫോൺ നമ്പർ എല്ലാം ഞാൻ തരാം. നിങ്ങളാരെങ്കിലും അനുഭവമുള്ളവർ കേസ് കൊടുക്കാണ്ടെങ്കിൽ ആ കേസിൽ ഞാൻ ജോയിൻ്റ് ആവും ചെയ്യാം, ഒപ്പം നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, നിങ്ങൾ അസുഖം മാറും, 40 ദിവസം മതി, 20 ദിവസം മതി. ഞാൻ അന്വേഷിച്ചപ്പോൾ പെർ ഡേ 5,000 വരെ പറയുന്നുണ്ട്. ഒരു ദിവസം 5,000 ഉറുപ്പ്യ വരെ ട്രീറ്റ്മെൻറ്റിന്. ഒരുപാട് പേരുണ്ട്. എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് നിങ്ങൾ? ഇതൊരു സാമൂഹ്യ നീതിയല്ലേ, ഒരു സമൂഹ ദാനമാണ്, ധർമ്മമാണ്. ഈ ചികിത്സ ഒരാളിനെ മാറ്റി കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമാണ്. അതിന് പണ്ടാരോ പറഞ്ഞമാതിരി ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത്. യൂട്യൂബ് പാർട്ട്ണർ പറയണം, നിങ്ങൾക്ക് പൈസ ഇട്ട പല ഇതുണ്ട്, നിങ്ങൾക്ക് വേറെ വല്ല ചാനലുകളൊക്കെ വേറെ വല്ല വിഷയങ്ങളൊക്കെ എടുത്താൽ മതി. ഈ കിടക്കാനും ഉണ്ടാനും പറ്റാത്ത, വർത്തമാനം പറയാനും നടക്കാനും വയ്യാത്ത ഒരാളിനെ പേരിൽ ഇപ്പം മാറ്റി തരും ആ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ പബ്ലിസിറ്റി കൊടുത്തിട്ട്, അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തിനെങ്ങനെ കേടുവെക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തോളി, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയണേ. ഞാൻ 5 കൊല്ലം അനുഭവിക്കുന്നു. പലയിടത്തും പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ശാരദ നഴ്സിംഗ് ഹോം, ആയുർവേദിക് ഹോമിയോ മെഡിക്കൽ കോളേജ് ശാരദ, അവിടെ വെച്ച് എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. വിഷമം കൊണ്ട് പറയുന്നല്ല, നിങ്ങൾ ഇന്നൊരാളെ പറ്റിക്കരുത്. ഇപ്പം വീണ്ടും നിങ്ങൾ വരുന്നുണ്ട്. എന്തിനകത്ത് വരുന്നേ? ഇത് കാണുന്നവർ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ശരി, ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഇല്ലേ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. എനിക്ക് യാതൊരു ഇതുമില്ല. വന്ന ടാക്സിക്കാരനടക്കം ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് കേസ് കൊടുത്താൽ. അതിൻ്റെ ഒറിജിനൽ ബില്ല് തരുന്നില്ല. ആ ഹോസ്പിറ്റൽ തെങ്കാശിയിൽ ഒറിജിനൽ ബില്ല് തന്നിട്ടില്ല. അത് കമ്പ്യൂട്ടറിൽ നിന്ന് ബില്ലെടുത്തിട്ട് അതിൻ്റെ ജെറോസ്കോപ്പിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവരെന്തോന്ന് പറഞ്ഞു. പക്ഷെ ഫുഡ് നല്ല ഫുഡാട്ടോ, ഭക്ഷണം നല്ല ഭക്ഷണം. രാവിലെ 6 മണിയാകുമ്പോൾ ചായ, 7:30 മണിക്ക്